സത്യം പറഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ ലൈംഗികതയുടെ അമിത താല്പര്യം കാണിക്കാറില്ല. പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക ചിന്തകൾ വ്യത്യസ്തമാണ്. അതാണ് കാരണം. കാഴ്ചകളാണ് പുരുഷനിൽ സെക്സ് നിറയ്ക്കുന്നത്. അതായത് ഒരു സ്ത്രീയുടെ ലൈംഗിക ചുവയോടുള്ള ശബ്ദവും അവളുടെ നഗ്നമേനിയും കണ്ടാൽ അല്ലെങ്കിൽ അവളുടെ സ്പർശനവും ആണ് പുരുഷനെ അതിവേഗം ഉണർത്തും. എന്നാൽ സ്ത്രീ വിഭിന്നമാണ്. സ്പർശനമാണ് സ്ത്രീയെ ഉണർത്തുന്നത്. ഇവിടെയാണ് നീലച്ചിത്രത്തിലെ അതിരുകൾ വിട്ട ലൈംഗിക ക്രിയകൾ സ്ത്രീയുടെ ലൈംഗിക ചിന്താപരിധിയെ ഭേദിക്കുന്നത്. നീലച്ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് കേട്ടുകേൾവി മാത്രമുള്ള പല സ്ത്രീകളും ഇത് ഞെട്ടിപ്പിക്കുന്ന അനുഭവമായിരിക്കും. സെക്സിനെ കുറിച്ച് അതുവരെയുള്ള ധാരണകളെ കടപുഴക്കുന്ന അനുഭവമായിരിക്കും നീലച്ചിത്രങ്ങളിൽ അവർക്ക് കാണുമ്പോൾ കാത്തിരിക്കുന്നത്. ഇതുവഴി സ്ത്രീകൾക്ക് സെക്സിനോട് അറപ്പും വെറുപ്പും പേടിയും തോന്നാം. സെക്സിന് സ്ത്രീ വിട്ടുനിൽക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സെക്സിനോട് സ്ത്രീ കാണിക്കുന്ന അകലം പുരുഷനെ അലട്ടിയേക്കാം. ഭാര്യയുടെ സ്നേഹക്കുറവായി ഇത് ചിത്രീകരിക്കാം. ഇതേ തുടർന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയ്ക്ക് ആഭ്യന്തര കലഹവും പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഉണങ്ങാതെ നീറി പുകയാനുള്ള ഈ പൊരിയാണ് പിന്നീട് വിവാഹമോചനങ്ങളിലെല്ലാം കലാശിക്കുന്നത്. നമുക്ക് മറ്റൊരു യുവമിഥുനങ്ങളുടെ ഒരു അനുഭവം നോക്കാം. അതായത് പ്രിയയും പ്രദീപും വിവാഹിതരായിട്ട് 10 മാസമായി. വിവാഹശേഷം ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞപ്പോഴാണ് പ്രിയയെയും കൂട്ടി അവളുടെ അമ്മ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തിയത്. പ്രിയയുമായി ഒറ്റയ്ക്ക് സൈക്കോളജിസ്റ്റ് സംസാരിച്ചു. അപ്പോഴാണ് അവരുടെ ഞെട്ടിക്കുന്ന മറ്റൊരു അനുഭവം കേട്ടത്. അതായത് ദാമ്പത്യത്തിലെ പ്രധാന വില്ലൻ നീലച്ചിത്രമാണെന്ന് ബോധ്യമായി. പ്രിയയുടെ ഭർത്താവ് ബ്ലൂ ഫിലിം അഡിക്റ്റായിരുന്നു. കൗമാരപ്രായം മുതൽ തുടങ്ങിയ ശീലം വിവാഹശേഷവും തുടരുകയായിരുന്നു. അയാൾക്ക് ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകണമെങ്കിൽ നീലച്ചിത്രത്തിൻ്റെ സഹായം വേണമായിരുന്നു. പതിവായി കിടപ്പറയിൽ അയാൾ നീലച്ചിത്രങ്ങളുടെ ലോകത്തേക്ക് ഒറ്റയ്ക്ക് കടന്നുപോകും. നേരം പുലരുവോളം ഭാര്യയ്ക്ക് മുന്നിൽ അയാൾ സ്വയം മറന്ന് രതിസുഖം ആസ്വദിക്കും. നീലച്ചിത്രം കണ്ടുകൊണ്ട് സ്വയംഭോഗത്തിലേർപ്പെടും. ഒന്നല്ല പലതവണ. നീലച്ചിത്രങ്ങൾക്കപ്പുറം ഒരു ലോകം അയാൾക്ക് ഇല്ലായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ നീലച്ചിത്രം വില്ലനാകുന്നതിൻ്റെ മറ്റൊരു ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് പ്രിയയുടെയും പ്രദീപിൻ്റെയും. വെറുതെ കൗതുകത്തിന് സെക്സിനെ കുറിച്ചുള്ള ജിജ്ഞാസ കൊണ്ടും കൗമാരപ്രായത്തിൽ കണ്ടു തുടങ്ങുന്ന നീലച്ചിത്രം പ്രായമാകുമ്പോഴേക്കും അതിന് അടിമയാക്കും. ഗുരുതരമാണ് ബ്ലൂ ഫിലിം അഡിക്ഷൻ. വിവാഹം കഴിഞ്ഞാലും ഈ ശീലത്തിൽ നിന്ന് പുറത്തു കടക്കാനാവാത്തവരുണ്ട്. ലൈംഗിക ഉത്തേജനം ലഭിക്കണമെങ്കിൽ നീലച്ചിത്രം കാണണം എന്ന അവസ്ഥയിലേക്ക് ബ്ലൂ ഫിലിം അഡിക്ഷൻ ചില പുരുഷന്മാരെ എത്തിക്കുന്നുണ്ട്. ചിലരിൽ സ്വഭാവ വൈകല്യവും ഇതോടൊപ്പം കണ്ടുവരുന്നു. വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകളിൽ നീലച്ചിത്രങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്. നേരിട്ടോ അല്ലാതെയോ നീലച്ചിത്രങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കുന്നുണ്ട്. പ്രായം ചെന്നവരിലും നീലച്ചിത്രത്തോടുള്ള താല്പര്യം കൂടി വരുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇൻ്റർനെറ്റുമായി നീലച്ചിത്രം യഥേഷ്ടം ഡൗൺലോഡ് ചെയ്യാമെന്നിരിക്കെ രതിവൈകൃതങ്ങളുടെ നീലക്കൊത്തുകൾക്ക് ഇനിയും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാനാണ് സാധ്യത. പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കാനും നിലനിർത്താനുമാണ് ശ്രമിക്കേണ്ടത്. രതിവൈകൃതങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പരീക്ഷിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആരോഗ്യകരമായ ലൈംഗിക സംസ്കാരം പിന്തുടരാൻ ദമ്പതികൾ ശ്രമിക്കണം. അവിടെയാണ് നല്ല സ്നേഹവും പ്രണയവും ഉരുത്തിരിഞ്ഞു വരിക.